അപ്പോൾ നവരാത്രി കഴിഞ്ഞിട്ട് ഇതാ നമുക്കിവിടെ മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പം മത്തിയൊക്കെ കാണിക്കുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എനിക്കിവിടെ മത്തി കിട്ടുന്നത് നല്ല എന്താ പറയുക, മരുഭൂമിയിൽ നമ്മൾ വെള്ളം കാണുന്ന ഒരവസ്ഥയാണ് എനിക്ക് മത്തി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ മത്തി ഇവിടെ കിട്ടുന്നത്. സാധാരണ മറ്റു മീനുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ മത്തി അങ്ങനെ കിട്ടാറില്ല. പിന്നെ ദാ ഈ ഒരു സംഭവം നങ്കില്ലേ നമ്മുടെ നാട്ടിലെ, അത് നല്ല തൊലിയൊക്കെ പൊളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മത്തി അങ്ങനെ ക്ലീൻ ആക്കിയിട്ടല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ വിചാരിച്ചു നമ്മുടെ തേങ്ങ അരച്ചിട്ട് പച്ചയ്ക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നവരാത്രി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ മീനിവിടെ വാങ്ങിച്ചിട്ടേ ഇല്ല. കുറേ നാളായി മീനൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിലങ്ങ് എടുക്കും. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, എങ്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നങ്ക് ഇതാ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത് വറക്കാനും നല്ലതാണ്. പക്ഷേ ഞാനത് പച്ചക്കറിയാണ് മൊത്തവും വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് വറക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ മത്തി ഞാനത് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വറക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇത് വറക്കാനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ട് പച്ചക്കറിയാണ് വെച്ചത്. മാങ്ങയൊന്നുമില്ല, സാധാരണ കുടംപുളി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാനൊന്ന് പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് എന്താ പറയുക, നാട്ടിൽ സ്ഥിരം മീൻ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് വലിയ വെറൈറ്റി ഒന്നും കാണത്തില്ല. പക്ഷേ ഇവിടെ എനിക്ക് മീൻ കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അപ്പം മത്തി ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മസാലയ്ക്കായിട്ട് നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉലുവ ചേർക്കാറുണ്ട്. ഞാൻ ഉലുവയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മസാല വെച്ച് തേങ്ങയും ഈ മുളകും മല്ലിയും അല്പം മഞ്ഞളും എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ജാറിലെടുത്തിട്ട് കുറേ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുളക് പൊടി വേണ്ട. നമ്മളിപ്പോൾ തേങ്ങ അരച്ച് മഞ്ഞച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം മുളക് പൊടി ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അരമുറി തേങ്ങയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങാൻ പോകാം കേട്ടോ. ദീപാവലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ദസറ കഴിയുമ്പോൾ തന്നെ തണുപ്പാവും. പിന്നെ ഈ തേങ്ങ അരച്ച കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ച തേങ്ങാക്കൂട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കുടംപുളി ഇട്ട് കഴുകി വൃത്തിയാക്കി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി 1-1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് പിന്നെ കുറച്ച് പഴുത്ത പച്ചമുളക് ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കത്രിക വെച്ച് മുറിച്ചിട്ടൊന്നും വേറൊന്നുമല്ല. ഇതങ്ങോട്ട് നമ്മൾ നമ്മുടെ ഈ കത്തി വെച്ച് കൊണ്ട് പൊളക്കുമ്പോഴേ കയ്യിലെല്ലാം അങ്ങോട്ട് കൊണ്ടിട്ട് പുകയാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് കത്രിക വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് പാകമായിട്ട് വന്നിട്ട് ഇനി ഒരു കടുക് താളിക്കുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കടുകും കൂടി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവം. നല്ല അടിപൊളി, ഈ ഒരു മണം തന്നെ മതി ചോറ് മൊത്തവും കഴിക്കും. ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല അടിപൊളി ഒരു നങ്ക് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.